നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്തഫ ഖമനേയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്ത നിമിഷം തന്നെ ഇസ്രയേലും അമേരിക്കയും ഒരു അപകടത്തിൽ, ഒരു യുദ്ധത്തിൽ, വ്യോമാക്രമണത്തിലൂടെ വെട്ടിവീഴ്ത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതിനൊരു വ്യക്തതയുമായി ഇറാനിയൻ കേന്ദ്രങ്ങൾ തന്നെ രംഗത്ത് വരുമ്പോൾ മുസ്തഫയെ വെട്ടാൻ അമേരിക്കയോ ഇസ്രയേലോ വേണ്ട, മറിച്ച് സാക്ഷാൽ ആയത്തുള്ള അലി ഖമനേയി തന്നെ നേരിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇറാനിയൻ നേതാക്കളടക്കം ഞെട്ടിപ്പോയ ഒരു സംഭവം, ഇറാനെ തന്നെ നടുക്കിയ ഒരു വിൽപത്രം. അതിൽ കൃത്യമായി പറയുന്നു, തനിക്ക് ശേഷം പിൻഗാമിയായി ഒരു കാരണവശാലും മുസ്തഫയെ തിരഞ്ഞെടുക്കരുത്. ആയത്തുള്ള അലി ഖമനേയി നേരത്തെ തന്നെ വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി നടത്തി അമേരിക്കൻ സേന ഇറാനിലെ 5000-ലധികം കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ അമേരിക്ക ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇനി അടുത്തതാര് എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നതും. അതിനായി പല പേരുകൾ പറഞ്ഞു കേട്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മകൻ മുസ്തഫ ഖമനേയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നത്. പുതിയ പരമോന്നത നേതാവായി മുസ്തഫ ചുമതലയേറ്റ് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പൊതുമധ്യത്തിൽ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും സുരക്ഷിത കേന്ദ്രത്തിൽ മുസ്തഫയെ പാർപ്പിച്ചിരിക്കുന്നുവെന്നാണ് IRGCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പുറം ലോകത്തേക്ക് മുഖം കാട്ടിയാൽ തന്നെ അപ്പോൾ തീർത്തു കളയുമെന്ന ട്രംപിൻ്റെ ഭീഷണിയുള്ള സാഹചര്യത്തിൽ താൽക്കാലികമായി ഒരു ബങ്കറിലോ മറ്റ് അഭയ കേന്ദ്രത്തിലോ സുരക്ഷിതമായിരിക്കുന്നതാകും നല്ലത്. എന്നാൽ ഈ ഘട്ടത്തിലാണ് മുസ്തഫയെ പിൻഗാമിയാക്കാൻ ഒരു തരത്തിലും ഒരു സാഹചര്യത്തിലും ഖമനേയിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഖമനേയിയുടെ വിൽപത്രത്തിൽ പോലും ഇക്കാര്യം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഖമനേയിയുടെ വിൽപത്രത്തിൽ മുസ്തഫയെ പിൻഗാമിയായി പരിഗണിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധമുള്ള പ്രതിപക്ഷ സംഘടനയായ നാഷണൽ യൂണിയൻ ഫോർ ഡെമോക്രസിയുടെ ഗവേഷണ ഡയറക്ടറായിട്ടുള്ള ഖോസ്രോ ഇസ്ഹാനി ന്യൂയോർക്ക് പോസ്റ്റിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ കാര്യം പറയുന്നത്. പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മകനെന്നല്ലാതെ മുസ്തഫയ്ക്ക് യാതൊരുവിധ കഴിവുമില്ല എന്നാണ് ഇസ്ഹാനി പറയുന്നത്. ഏകദേശം 37 വർഷത്തോളം ഇറാന്റെ പരമോന്നത നേതാവായി തുടർന്ന അലി ഖമനേയിയുടെ കൊലപാതകത്തിന് ശേഷം മാർച്ച് 8-നാണ് 56-കാരനായിട്ടുള്ള മുസ്തഫ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവെന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ പുതിയ പരമോന്നത നേതാവ് അദ്ദേഹം തന്നെ ആകണമെന്ന് ഹിസ്ബുള്ളയും IRGCയും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മുസ്തഫ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല, പൊതുമധ്യത്തിൽ സംസാരിച്ചിട്ടുമില്ല. മുസ്തഫയെ തങ്ങളുടെ നേതാവായി IRGC ഇതിനോടകം തന്നെ അംഗീകരിച്ച് കഴിഞ്ഞു. ഇനി ഒരു സൈനിക ഭരണം തന്നെ ആയിരിക്കും ഇറാനിൽ സംഭവിക്കുക. അതുകൊണ്ട് തന്നെയാണ് മുസ്തഫയ്ക്കുള്ള പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് മുന്നിൽ തന്നെ IRGC നിൽക്കുന്നത്. ഖമനേയിയുടെ അടുത്ത വൃത്തങ്ങളിൽ മുസ്തഫ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു. IRGC ആണ് മുസ്തഫയെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണച്ചിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ, ഖമനേയിയെ പോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത കരുത്തനായ ഒരു നേതാവ് തങ്ങൾക്ക് വേണമെന്ന് IRGC തന്നെ ആവശ്യപ്പെടുന്നു. തങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ആക്രമണ പദ്ധതികളും തിരിച്ചടികളും ഒക്കെ തന്നെ ആസൂത്രണം ചെയ്യണമെങ്കിൽ, സൈനികപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ ഭരണകൂടം അംഗീകരിക്കണമെങ്കിൽ അത് മുസ്തഫയിലൂടെ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അവർ നോക്കിക്കാണുന്നു. മുസ്തഫയുടെ ഈ സവിശേഷതകൾ തന്നെയാണ് IRGCയുടെ നീക്കങ്ങൾക്ക് കൂടുതൽ പിന്തുണ കിട്ടാൻ സഹായമായത്. മുതിർന്ന മതരാഷ്ട്രീയ നേതാക്കളുടെ എതിർപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുസ്തഫയെ തിരഞ്ഞെടുക്കുന്നതിൽ. അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ്, അതിനെ തഴഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. കർശനമായ അടിച്ചമർത്തൽ മുസ്തഫയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടാകുമെന്നാണ് പൊതു റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അമേരിക്ക വീണ്ടും കലിതുള്ളി കർശനമായ പല നടപടികളും സ്വീകരിക്കും. ഇസ്രയേൽ കൈയും കെട്ടി അടങ്ങിയിരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യവും. മുസ്തഫ ഖമനേയിയുടെ സ്ഥാനാരോഹണത്തിലൂടെ ഇറാൻ വിദേശ രാജ്യങ്ങളോട് കൂടുതൽ ആക്രമണാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോഴുള്ള സൗഹൃദ അന്തരീക്ഷം പോലും ഇല്ലാതാകും. രാജ്യത്തിനുള്ളിൽ ആഭ്യന്തരമായി പ്രശ്നങ്ങൾ ഉടലെടുക്കും. കാരണം കർശനമായ നിയന്ത്രണങ്ങളായിരിക്കും ഇദ്ദേഹം ഏർപ്പെടുത്താനായി പോകുന്നത്. മതപരമായ ഭരണമെന്ന പരിവേഷം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ കരുത്തുറ്റ രീതിയിൽ ഇറാനെ മാറ്റുക, ഒരു സൈനിക രാഷ്ട്രമെന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുക എന്നാണ് മുസ്തഫയുടെ കണക്കുകൂട്ടൽ. ഇത് ഭരണകൂടത്തിൽ തന്നെ സൈന്യത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കും. അത് കൂടുതൽ ദോഷം തന്നെ ആയിരിക്കും ചെയ്യുക. ഏതൊരു രാജ്യത്തായിരുന്നാലും സൈന്യം കൂടുതലായി ഇടപെട്ടാൽ അവിടെ അപകടം പിണയുമെന്നതിൽ സംശയമില്ല. ഉദാഹരണമായി പാകിസ്ഥാനെ തന്നെ പറയാം.
ഇപ്പോൾ സൈന്യത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ജനപിന്തുണ ഭരണകൂടത്തിൽ കുറയും. രാജ്യത്തിൻ്റെ ഭാവി നിലപാടുകളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഇസ്രയേലുമായും അമേരിക്കയുമായും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇറാൻ്റെ ഈ പുതിയ പരമോന്നത നേതാവായി നിയമിതനായിട്ടുള്ള മുസ്തഫയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി അടുത്തതായിട്ടുള്ളത്. പരിക്കേറ്റു എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഇറാനിയൻ മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടത്. അത് ഇറാൻ ഇപ്പോൾ തള്ളിക്കളയുന്നു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഇറാനിയൻ പ്രസിഡന്റ് മകനും സർക്കാരിൻ്റെ ഉപദേശകനുമായിട്ടുള്ള യൂസഫ് പെസഷ്കിയാൻ പറയുന്നത്. ഔദ്യോഗിക ടെലഗ്രാം ചാനലിലൂടെയാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനായിരുന്നു മുസ്തഫയെ റംദാൻ യുദ്ധത്തിലെ പരിക്കേറ്റ സൈനികനെന്ന് വിശേഷിപ്പിച്ചത്. പരിക്കിൻ്റെ സ്വഭാവമോ വ്യാപ്തിയോ എന്തു പറ്റിയെന്നോ നിലവിൽ എവിടെയാണെന്നോ ഒരു വിവരവും നൽകിയിരുന്നില്ല. ഇറാൻ്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായിട്ടുള്ള IRGC ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അപകടം പറ്റി കിടക്കുന്ന നേതാവെന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടായാൽ തങ്ങളുടെ നേതാവിൻ്റെ ഭാവി എന്താകും? തങ്ങളുടെ കടുത്ത നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരാൾ അധികാരത്തിലെത്തിയാൽ ഗുണകരമാകുന്ന കണക്ക് കൂട്ടുന്ന IRGCക്ക് ഈ വാർത്തകൾ ഒരു തിരിച്ചടി തന്നെയാണ്. യുദ്ധം ആരംഭിച്ച അന്നു മുതൽ ഇന്ന് വരെ ഇറാൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ IRGC വലിയ തോതിൽ തന്നെ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. പുതിയ നേതാവായി ഇറാനിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ട് പിറകെ തന്നെ അയാൾക്കിനി സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമനയുടെ രണ്ടാമത്തെ മകനെ തന്നെ ഇറാൻ്റെ നേതാവായി തിരഞ്ഞെടുത്തതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ട്രംപ് പ്രകടിപ്പിച്ചത്. ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരു നേതാവിനെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഖമനയുടെ നയങ്ങൾ തുടരുന്ന ഒരാളെ നിയമിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ അമേരിക്കയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിൽ ഇറാന് നേരെ നടത്തിയ അമേരിക്ക-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളും അമേരിക്ക പുറത്തുവിട്ട് കഴിഞ്ഞു. അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫെബ്രുവരി 28 പുലർച്ചെ 1:15 ഇറാനുമേൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചത്. ഇറാനിലെ 5000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ അടിയന്തര ഭീഷണിയാകുന്ന കേന്ദ്രങ്ങളെ മുൻഗണനാക്രമത്തിൽ തകർക്കാനായിരുന്നു സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. നാവിക രംഗത്താണ് ഇറാൻ ഏറ്റവും വലിയ പ്രഹരം നേരിട്ടത്. അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇതുവരെ 50-ലധികം ഇറാനിയൻ കപ്പലുകൾ തകർന്നു, അതല്ലെങ്കിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു. ഇറാൻ നാവികസേനയുടെ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും പുറമെ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ആൻറ്റി ഷിപ്പ് മിസൈൽ സെറ്റുകളും അമേരിക്കൻ സേന ലക്ഷ്യമിട്ടിരുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും ബോംബറുകളുടെയും വൻ നിര തന്നെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി അമേരിക്ക അണിനിരത്തിയത്. സൂപ്പർസോണിക് ബോംബറായിട്ടുള്ള B-1 വ്യോമ പ്രതിരോധ ഭേദിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് ബോംബറായിട്ടുള്ള B-2 സ്പിരിറ്റ്, തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബാക്രമണം നടത്തിയ മിസൈൽ ആക്രമണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ദീർഘദൂര ഹെവി ബോംബറായിട്ടുള്ള B-52 എന്നിവയൊക്കെ തന്നെ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളും F-22, F-35 തുടങ്ങിയവയും F-15, F-16, F-18 യുദ്ധവിമാനങ്ങളുമൊക്കെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. കരയിലുള്ള ടാങ്കുകളെയും മറ്റും തകർക്കുന്ന A-10 അറ്റാക്ക് ജെറ്റുകളും നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കുമായി ഒരുപാട് ഡ്രോണുകളും മറ്റുമൊക്കെ തന്നെ നിലവിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കടലിലെ നാവിക നീക്കങ്ങൾക്ക് വേണ്ടി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകളും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഒക്കെ തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.